ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ ശാമൂൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കിലേക്ക് ചെന്നു. ദമാസ്കസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയും സ്ത്രീകളെയും കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവിടുത്തെ പള്ളിയിലേക്ക് അവനോട് അധികാരപത്രം വാങ്ങി. പൗലോസ് എന്ന മനുഷ്യൻ, ശാവൂൾ എന്ന മനുഷ്യൻ ദൈവസഭയെയും ദൈവത്തിന്റെ മക്കളെയും പീഡിപ്പിച്ച് കടന്നുപോയ മനുഷ്യൻ. ഇതാ അവന്റെ യാത്ര മധ്യേ ഈ യാത്ര ദൈവം അവസാനിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നു. ദൈവം ഒരാളെ വിളിച്ചാൽ, ദൈവം ഒരാളെ അയക്കാൻ തീരുമാനിച്ചാൽ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ദൈവസഭയ്ക്കോ വിശ്വാസികളായ ദൈവമക്കൾക്കോ എതിരെ എന്തെല്ലാം പ്രവർത്തിച്ചാലും പ്രവർത്തിക്കുന്ന മനുഷ്യനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തക്കവണ്ണം ക്രിസ്തു അവനെ വേർതിരിക്കുന്നത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. പൗലോസ് എന്ന ശാവൂള് അവന് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവന്റെ കണ്ണിനെ ദൈവം അന്ധമാക്കി. മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പെട്ടെന്നാണ് അവനൊരു വെളിച്ചം വന്ന് നിറയുന്നതും ഒരു ശബ്ദം കേൾക്കാൻ ഇടവരുവാൻ ഇടയാകുന്നത്. ഈ ശബ്ദം കേട്ടപ്പോ അവൻ ചോദിക്കുക, അങ്ങ് ആരാണ് കർത്താവേ? യേശു പറയാണ്, നീ പീഡിപ്പിക്കുന്ന നസ്രാനായ യേശുവാണ് ഞാൻ. യേശു ക്രിസ്തുവിന് വിരോധമായി ദൈവസഭയെയും ദൈവമക്കളെയും പീഡിപ്പിക്കുന്നവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് കഴിയും, മനുഷ്യർക്ക് കഴിയത്തില്ല. ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ അതിനെതിരെ ദൈവത്തിനും ദൈവവചനത്തിനും എതിരായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളെ കർത്താവിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരും. പൗലോസിനെ കൊണ്ടുവരാൻ കഴിയുന്ന അതേ കർത്താവ് നിങ്ങളെയും കർത്താവിലേക്ക് കൊണ്ടുവരും. ഈ കർത്താവിന്റെ സ്നേഹം നിങ്ങൾ അറിയണം. പൗലോസ് അറിഞ്ഞു. ആ സ്നേഹത്തിൽ പൗലോസ് ജീവിച്ചു. അനേകം മനുഷ്യരോട് ദൈവവചനം അറിയിക്കാൻ ദൈവം ഇടയാക്കി. ഇങ്ങനെ വചനത്തിൽ ജീവിക്കാനുള്ള അഭിഷേകം നമുക്ക് ദൈവം തന്ന് നമ്മളെ നടത്തും. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.